ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ചക്ക വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. ചെറിയ ചക്കയാണ്. നമ്മൾ ഈ ബഡ് പ്ലവ് മേടിച്ച് വെക്കുന്നതിലുണ്ടായതാണ്. അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണേ. കയ്യിലും കത്തിലൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ തൂക്കണേ. പശ ഉണ്ടാവുമേ. നല്ലതുപോലെ മൂത്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് വെട്ടി നോക്കാം. മൂക്കാനിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനം സമ്മതിക്കില്ല, ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമേ. അപ്പോൾ ഇത് മൂത്തതാണെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങ് വെട്ടിയിട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് മൂത്തോന്നൊന്ന് നോക്കാം. വെക്കാനൊക്കെ മൂത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് 2-3 ദിവസമായി ഇട്ട് വെച്ചിട്ട്. ഇത് മഞ്ഞ ഒരു വെള്ള കൂടിയ നിറമാണേ. ചക്കക്കുരുവൊക്കെ വലുതാണ്. നമുക്കിത് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പലക വെച്ചിട്ടാണ് വെട്ടുന്നത്, കടലാസൊക്കെ വിരിച്ച് പശ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി ബലത്തിൽ മുറിക്കണം. വയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കടലാസ് കൊണ്ട് ആ പശയൊക്കെ ഒന്ന് തുടച്ച് കളയണേ. അല്ലെങ്കിൽ നമ്മുടെ ഈ തേങ്ങ പൊതിക്കുന്ന ചകിരിയില്ലേ, ആ മടലിൽ നിന്നും ആ ചകിരി എടുത്താൽ മതി. അതുകൊണ്ട് തുടച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ തുണി കൊണ്ടോ തുടച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിതൊക്കെ പൊളിച്ചെടുക്കാം. നല്ല വലിപ്പമുണ്ട്, മൂത്തട്ടൊക്കെ ഉണ്ട്. എന്നാലും നല്ല പോലെ അങ്ങോട്ട് മൂത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ തന്നെ പറിച്ചെടുക്കാം. വറക്കാൻ നല്ല ചക്കയാണ്. ഈ 2-3 ദിവസം ആയതുകൊണ്ട് ഞാനിപ്പോൾ വറക്കുന്നില്ല. ഇതിനൊരു ചെറിയ പുളിരസമൊക്കെ ഉണ്ടാവുമേ. ഇട്ടപ്പം തന്നെ നമ്മൾ വറക്കണം. നല്ല കനം കുറവുള്ള ചുളയാണ്. ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എന്നിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാം. കണ്ടോ, ചക്കക്കുരു നല്ല വലുതാണ്. എല്ലാം ചവണിയൊക്കെ കളഞ്ഞ് പൊളിച്ചെടുക്കണേ. അപ്പം ഇങ്ങനെ പൊളിച്ചങ്ങ് വെച്ച് കൊടുത്താൽ ചേട്ടൻ അരിഞ്ഞു തന്നോളൂ. ഇത് വട്ടത്തിൽ അരിയണേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും കൂടെ പൊളിച്ചിടുന്നുണ്ട്. ഇതിങ്ങനെ വട്ടം പൊളന്നിട്ടങ്ങ് പൊളിച്ചിട്ടാൽ മതി. ചവരൊന്നും കളയണ്ട, അതിൻ്റെ ആ മേളിലുള്ള തൊണ്ട് കളഞ്ഞാൽ മതിയേ. എനിക്ക് ചക്ക വെക്കുമ്പോൾ ഇങ്ങനെ ചക്കക്കുരുവും കൂടി ഇട്ടിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. തീരെ കനം കുറവാണ് ചുളയ്ക്ക്. അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസം. അപ്പോൾ ചക്ക അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ ചക്കക്കുരുവും പൊളിച്ചെടുത്ത്. ചേട്ടൻ അരിഞ്ഞു തന്നതാണ്. അപ്പോൾ ഒരല്പം കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, തേങ്ങ ചിരകിയത്, കറിവേപ്പില, പച്ചമുളക്
ഇനി ഇത് നമുക്കൊന്ന് ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. അപ്പം ഞാൻ ഈ കുക്കറിലേക്ക് ചക്കക്കുരുവാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മീതെ ഒരല്പം ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, മണ്ണിലൊന്നും ഇട്ടല്ല നമ്മൾ അരിഞ്ഞെടുത്തത്, മുറിച്ചതൊക്കെ. അപ്പം അതുകൊണ്ട് ചക്ക കഴുകേണ്ട ആവശ്യമില്ല, ആരും അങ്ങനെ ചക്ക കഴുകാറില്ല. ഇനി നമുക്ക് ഈ തേങ്ങ കൂടെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഒരു സ്പൂൺ കുരുമുളക് മതിയേ. ജീരകം, അത് ഒരു 1/4 ടീസ്പൂൺ മതിയേ, ഒത്തിരി അങ്ങോട്ട് ആവണ്ട. ഒരു 5 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, നല്ല മൂത്ത പച്ചമുളകാണ്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഇടുന്നത് നല്ലത്. എനിക്കിവിടെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇനി ഒരല്പം ഉള്ളി 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇടുന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചക്കയുടെ പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് നല്ല തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. അങ്ങോട്ട് അരിഞ്ഞു പോവരുത്, ഒതുക്കി എടുക്കുന്ന പോലെ എടുക്കണം. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അടുത്തതും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ്, ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതിയേ. ഒരല്പം ഇട്ട് നോക്കുക. ഒത്തിരിയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ കണ്ടമാനം അങ്ങോട്ട് ഉപ്പ് കൂടിപ്പോകും. ഇനി നമുക്ക് ഒരല്പം തേങ്ങയും കൂടെ അരച്ചെടുക്കാനുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുവാണേ. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ടേക്കുക. ഇനി ഒരല്പം ഉള്ളിയും തേങ്ങാപ്പീരയും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഒരല്പം വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഈ മഴ സമയത്തൊക്കെ ആണെങ്കിലാണ് ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഇങ്ങനെ ചക്കയിലേക്ക് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി അതിൻ്റെ മേലെ നമ്മൾ ആ ബാക്കി എടുത്ത് വെച്ചിരുന്ന ചക്കയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിതൊരു 3 വിസിൽ വരെയും കേൾപ്പിച്ചേ, എന്നിട്ട് ഓഫാക്കിയിട്ട്. അപ്പം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല പൊടി പോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ പാകത്തിനുള്ള വെള്ളമായിരുന്നേ. ഇനി നമുക്ക് ആ ചക്കക്കുരുവും കൂടി ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടുമേ. അതും ഇതേപോലെ തന്നെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിടണേ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ചുറ്റിച്ച് ഒഴിക്കണേ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണേ. ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ചക്കക്കുരു ഒന്ന് വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊത്തി വെക്കണേ. എന്നിട്ട് ഒരല്പം നേരം ഒന്ന് അടച്ചു വെക്കാം. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പും എരിവും ഒരു നേരിയ ഒരു മധുരപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ആ മധുരപ്പ് വന്നത് 2-3 ദിവസം ആയല്ലോ ചക്ക ഇട്ട് വെച്ചിട്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ചക്ക കഞ്ഞിയുടെ ഒപ്പമാണ് കഴിക്കണേ.
കഞ്ഞിയും അച്ചാറും കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നല്ല ചൂടുണ്ടേ, നമുക്കൊന്ന് നോക്കാം. നല്ലൊരു മധുരിപ്പും ആ എരിവും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാനും മറക്കരുതേ. ഞങ്ങളിപ്പോൾ ഇത് മാങ്ങാച്ചാറാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഞ്ഞിയും ചക്കയും മാങ്ങാച്ചാറുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.